ആഗോള റീറ്റെയിൽ വിപണിയിലെ അധികായനും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ അമരക്കാരനുമായ എം.എ. യൂസഫ് അലിയുടെ വിജയഗാഥയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസവും മലയാളികൾക്കെന്നും ആവേശം പകരുന്ന ഒന്നാണ്. സാധാരണക്കാരനായ ഒരു മലയാളി ഗൾഫ് മണ്ണിൽ പടുത്തുയർത്തിയ ലുലു എന്ന സാമ്രാജ്യം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ്. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ബിസിനസ് രഹസ്യങ്ങളെക്കുറിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ അതിവിപുലമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. മലയാളികൾക്ക് എം.എ. യൂസഫ് അലി വെറും ഒരു വ്യവസായി മാത്രമല്ല, ഒരു വലിയ വികാരമാണ്. നാട്ടിൻപുറത്തെ ചെറുകിട വ്യാപാരശാലകളിൽ നിന്ന് ലോകോത്തര ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ ലക്ഷ്യബോധത്തിന്റെയും ഉദാഹരണമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വേരുറപ്പിച്ച ലുലു ഗ്രൂപ്പ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെ ലുലു മാളുകൾ കേരളത്തിന്റെ ഷോപ്പിംഗ് സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ലുലു എന്നത് കേവലം ഒരു കടയല്ല, മറിച്ച് വിനോദവും ഷോപ്പിംഗും ഒത്തുചേരുന്ന ഒരു വലിയ അനുഭവമാണ്. ലുലു ഗ്രൂപ്പിന്റെ അത്ഭുതപൂർവമായ വിജയത്തിന്റെ രഹസ്യം എന്തെന്ന ചോദ്യത്തിന് യൂസഫ് അലിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. റീറ്റെയിൽ ബിസിനസ് എന്നത് കേവലം സാധനങ്ങൾ വിൽക്കലല്ലെന്നും അത് ഉപഭോക്താവിന്റെ മനസ്സറിയലാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വിപണിയിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് ലുലുവിന്റെ അടിസ്ഥാന തത്വം. വലിയ പാർക്കിംഗ് സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമാ തിയേറ്ററുകൾ, കളിസ്ഥലങ്ങൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, വൈവിധ്യമാർന്ന ഭക്ഷണശാലകൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക വഴി കുടുംബങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ കഴിയുന്ന ഇടമായി മാളുകളെ അദ്ദേഹം മാറ്റി. ഉപഭോക്താവിനോടുള്ള മാന്യമായ പെരുമാറ്റവും മികച്ച കസ്റ്റമർ സർവീസുമാണ് ലുലുവിനെ മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ സംസ്ഥാനങ്ങളിലേക്കും ലുലു ഗ്രൂപ്പ് ഇന്ന് പടർന്നു പന്തലിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ആരംഭിച്ച ലുലു മാൾ ഇന്ന് ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കേന്ദ്രമാണ്. ഇതിന് പിന്നാലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്രൂപ്പ്. ഹൈദരാബാദിലും ബംഗളൂരുവിലും ഇതിനോടകം തന്നെ ലുലു മാളുകൾ സജീവമാണ്. ഇതിന് പുറമെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് മാൾ നിർമ്മാണം പുരോഗമിക്കുന്നു. ഹൈദരാബാദിൽ ഒരു മാൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആസാം മുഖ്യമന്ത്രിയുമായി യൂസഫ് അലി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം നടത്തിയ ചർച്ചകൾ വരും വർഷങ്ങളിൽ വൻ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കും. അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെയും നേതൃത്വ പാടവത്തെയും യൂസഫ് അലി പ്രശംസിക്കുകയുണ്ടായി. രാഷ്ട്രീയത്തിനപ്പുറം ഒരു വ്യവസായി എന്ന നിലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യ വൈകാതെ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും $5 ട്രില്യൺ GDP എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ വളരെ ശക്തമായ നിലപാടുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഗ്രാമങ്ങൾ വളരുമ്പോഴാണ് നഗരങ്ങൾ വളരുന്നതെന്ന ഗാന്ധിയൻ തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് യൂസഫ് അലി. ഇന്ത്യയുടെ കയറ്റുമതി ഉയരുന്നത് കർഷകർക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. ഈ വർഷം 15,000 കോടി രൂപയുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനാണ് ലുലു ലക്ഷ്യമിടുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, അരി, പഞ്ചസാര, തേയില എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി നേരിട്ട് ഇന്ത്യൻ കർഷകർക്ക് ആഗോള വിപണി കണ്ടെത്താൻ സാധിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട പുതിയ വ്യാപാര കരാറിനെ അദ്ദേഹം ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ വാണിജ്യപരമായി ഒന്നിക്കുന്നത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ വിഷയങ്ങൾ ബിസിനസിനെ ബാധിക്കാറില്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയക്കാർ വരും പോകും, പക്ഷെ രാജ്യം നിലനിൽക്കും. ബിസിനസ്സുകാർക്ക് വേണ്ടത് സുസ്ഥിരമായ ഒരു സാമ്പത്തിക സാഹചര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇന്ന് വളരെ കരുത്തുറ്റതാണെന്നും അത് ലോകം അംഗീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം.എ. യൂസഫ് അലി എന്ന പേര് ഇന്ന് കേവലം ഒരു ബിസിനസ് ബ്രാൻഡ് മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് ഒരു വലിയ താങ്ങും തണലുമാണ്. പ്രവാസി ലോകത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധം പലപ്പോഴും ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങളിൽ പോലും സഹായകരമായിട്ടുണ്ട്. കേരളത്തിൽ ലുലു നടത്തുന്ന നിക്ഷേപങ്ങൾ വഴി 10,000-കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നതും അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളമാണ്. എം.എ. യൂസഫ് അലിയുടെ വാക്കുകളും പ്രവർത്തികളും വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഭാവിയിൽ അദ്ദേഹം പുലർത്തുന്ന വലിയ വിശ്വാസമാണ്. ബിസിനസ്സിലെ വിജയത്തിനപ്പുറം തന്റെ നാടിന്റെയും അവിടുത്തെ കർഷകരുടെയും വളർച്ചയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ ഉടനീളം നടത്തുന്ന നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെ അദ്ദേഹം പുകഴ്ത്തുമ്പോൾ അത് കേവലം സ്തുതിപാഠമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഗ്രാഫ് ഉയരുന്നത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു വ്യവസായിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പല നഗരങ്ങളിലും ലുലുവിന്റെ പച്ച ബോർഡുകൾ ഉയരുമ്പോൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന്റെ കൂടി അടയാളമായി മാറും.